സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമാ രോഗത്തിൽ എൻ സൗഖ്യമാ ഘോര വിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ എന്നെ തന്നെ വെറുത്തൻ ക്രൂശെടുത്തു ഞാൻ നിന്നയും ചുമന്നു പോം പാളയത്തിൻ പുറം ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമാ രോഗത്തിൽ എൻ സൗഖ്യമാ ഘോര വിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ശക്തീകരിക്കുവാൻ തന്റെ മരണത്തോടങ്ങേകി ഭവിപ്പാൻ ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാൻ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമാ രോഗത്തിൽ എൻ സൗഖ്യമാ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ഒരിക്കലും ഞാൻ കൈവിടുകില്ല നിന്നെ ഭയപ്പെടാതെ ഞാൻ കൂടെയുള്ളതാ തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമോ വെള്ളങ്ങൾക്കു നിന്നെ മുക്കാൻ കഴിയുമോ ദുഃഖത്തിൽ ആശ്വാസമാ രോഗത്തിൽ എൻ സൗഖ്യമാ ഘോര വിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലെ ഒരു വാചകം ഞാൻ വായിക്കാം. ആശയിൽ സന്തോഷിപ്പീൻ. റോമർ 12:12.
ആശയിൽ സന്തോഷിപ്പിൻ. റിജോയ്സ് ഇൻ ഹോപ്പ്. പ്രത്യാശയിലുള്ളതായ സന്തോഷം. പ്രത്യാശ, ഭാഗ്യകരമായ ഒരു പ്രത്യാശ. ഈ ലോകത്തിൽ ആകെ രണ്ടു കൂട്ടം ആളുകളേ ഉള്ളൂ, പ്രത്യാശ ഉള്ളവരും പ്രത്യാശയില്ലാത്തവരും. 2 കൊരിന്ത്യർ 3:12 വായിച്ച്. ഈ വിധം പ്രത്യാശയുള്ളവരായി, ഈ വിധം പ്രത്യാശ ഉള്ളവരായി. പ്രത്യാശ ഉള്ളവർ, അതാണ് പൗലോസ് പറഞ്ഞത്, പ്രത്യാശ ഉള്ളവർ. എഫേസ്യർ 2:12 എന്താ പറയുന്നത്? അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും ആ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും ആ പ്രത്യാശയില്ലാത്തവരും. പ്രത്യാശയില്ലാത്തവർ. ഒരു കൂട്ടം ആളുകൾ നല്ല പ്രത്യാശ, ഭാവിയെക്കുറിച്ചുള്ള വളരെ ആനന്ദപ്രദമായിരിക്കുന്ന പ്രത്യാശ, അതിൽ സന്തോഷിക്കാനാണ് വചനം പറയുന്നത്. മറ്റൊരു കൂട്ടം ആളുകൾ നിങ്ങൾ പ്രത്യാശയില്ലാത്തവരാണ്. എന്താ ഈ പ്രത്യാശയില്ലാത്തവർ പറയുന്നത്? മരണത്തിന് ശേഷം ഒന്നുമില്ല, മരണത്തിനപ്പുറം വേറെ യാതൊന്നുമില്ല, വെറും ഇരുട്ടും ശൂന്യതയും മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമകളെ, ശാസ്ത്ര ഗവേഷകയായിരുന്ന മാഡം മേരി ക്യൂറി എന്ന് പറയുന്ന സ്ത്രീ ഒരു വിശ്വാസിയല്ല. അപ്രതീക്ഷിതമായിട്ട് ഭർത്താവ് മരിച്ചുപോയി. വലിയ പ്രായമൊന്നുമായില്ല, അകാല മരണം പ്രാപിച്ചു. ആ ഡെഡ് ബോഡിയുടെ അടുത്തിരുന്നുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, ഇറ്റ് ഇസ് ദി എൻഡ് ഓഫ് എവരിത്തിങ്. എവരിത്തിങ് 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 എല്ലാം തീർന്നു. ഞാൻ ഈ ഗവേഷകയാണ്, കണ്ടുപിടുത്തങ്ങൾ പലതും എൻ്റെ പേരിലുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന എന്തുകൊണ്ടാണ്? ഇവിടെ എല്ലാം തീർന്നു, എല്ലാം തീർന്നു, എല്ലാം തീർന്നു. അങ്ങനെയുള്ള ഒരു പ്രതികരണത്തിലേക്ക് പലരും വരുന്നു. അവർക്ക് അവസാനം എന്താ ഉള്ളത്? കടുത്ത നിരാശ. എന്തിനാണ് ജീവിക്കുന്നത്? അങ്ങ് തീരുവാണെങ്കിൽ ഒന്ന്, അത് കടുത്ത നിരാശയിലേക്കും ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ചിന്താഗതിയിലേക്കും അവരെ നയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം. നിരാശ വരുമ്പോൾ ഭാവി പ്രത്യാശ ഇല്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണ്. എന്നാൽ ഈ ഭാവി പ്രത്യാശമില്ലാത്ത മറ്റൊരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്ന എല്ലാം മരണത്തിൽ തീരുകയാണ്, എല്ലാം മരണത്തിൽ തീരുകയാണ്. എന്നാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സുഖിക്കുക, അതല്ലേ ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നത്. എപ്പിക്യൂറിയൻ ചിന്താഗതിയാണ്. കാരണം അവർ പറയുന്നത് ലൈഫ് ഈസ് ആൻ എൻഡ്ലെസ് പെയിൻ വിത്ത് എ പെയിൻഫുൾ എൻഡ്. എന്താ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത്? ദാറ്റ് ഒരിക്കലും തീരാത്തതായ ദുഃഖവും വേദനയും നെടുവീർപ്പും മാത്രം. ഇന്നൊരു കാര്യം തീർന്നു, പക്ഷെ അടുത്ത ദിവസം മറ്റൊന്നാണ്. അത് തീർന്നെന്ന് വിചാരിച്ചു കഴിയുമ്പോഴേക്കും വേറൊന്ന് വരികയാണ്. ഇന്നും ഉച്ച കഴിഞ്ഞ് ചിലർ വന്നു, ദൈവമക്കളെ ഏങ്ങലടിച്ച് കരയുകയാണ്. പണമില്ലാത്തവരല്ല, കാറില്ലാത്തവരല്ല, മക്കളില്ലാത്തവരല്ല, ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാം തികഞ്ഞവരാണ്. പക്ഷെ ദൈവമക്കളെ, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്? ദൈവമക്കളെ, അവരിൽ നിന്ന് ഞാൻ കേട്ടതായ ഒരു വാക്ക് തന്നെ കൊന്നു വല്ലയിടത്തും കൊണ്ട് കുഴിച്ചിടാവൂ. ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ശബ്ദം സ്വർഗം എന്തുമാത്രം വേദനിക്കുന്നതാണ്. ഇപ്രകാരം നിരാശയിൽ ചത്താൽ മതി എന്ന് വിചാരിച്ചൊന്ന് ചിരിക്കാൻ പോലും സാധിക്കാത്തതായ ഒരു കൂട്ടം ആളുകളുടെ മധ്യത്തിൽ ദൈവമക്കൾ വ്യക്തമായി കേൾക്കണം, നാം ഭാഗ്യശാലികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ക്രിസ്തീയമായിരിക്കുന്ന പ്രത്യാശയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിന് മഹത്വം. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേദനയും എല്ലാം ഉണ്ട്. ഇയ്യോബിനെ പോലെ ആത്മശരീര മനസ്സുകൾക്കും മൃഗങ്ങൾക്ക് പോലും ഇതുപോലെ കെടുതി വന്ന് വേദന ഇമ്പി കുടിച്ചതായ ഒരു വ്യക്തി വേറെ കാണുമോ? ആ വേദനയുടെ മധ്യത്തിൽ എല്ലാം തീർന്നു, ഭാര്യയും വേണ്ടപ്പെട്ടവരും എല്ലാം നിന്ദിച്ച് വിടക്കയിൽ നെണ്ണി, ഇനിയെങ്കിലും ഈ ഭക്തിയോടൊന്ന് യാത്ര പറഞ്ഞു കൂടെ എന്ന് ചോദിച്ച് അവഹേളിക്കുന്ന രംഗത്ത് ഇയ്യോബ് പറയുന്നൊരു വാക്യമുണ്ട്. 19-ാം അധ്യായം എടുത്ത് 25 മുതൽ 27 വരെ. ദൈവമക്കളെ, ആ വാക്കുകളുടെ ശക്തി. എല്ലാം തീർന്നു, വീടുമില്ല, മക്കളുമില്ല, കന്നുകാലിയുമില്ല, ഭാര്യയുമില്ല, ശരീരത്തിന് ആരോഗ്യമില്ല, മുഴുവൻ പഴുത്ത വ്രണമാണ്, മാന്തിക്കൊണ്ട് നടക്കുന്നു, ആർക്കും എന്നെ വേണ്ട, മൂക്ക് പൊത്തിക്കൊണ്ട് വേണ്ട, വേലക്കാർ പോലും മാറിപ്പോകുമ്പോൾ അന്തരംഗത്തിൽ ഒരു ഭാവി പ്രത്യാശ, ഒരു സന്തോഷം. അതാണ് അഭൗമികമായ അലൗകികമായ സന്തോഷം. പൗലോസ് വളരെ മനോഹരമായ ഒരു വാക്ക് പറയുന്നുണ്ട്, ദ പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്.
ഈ ലോകത്തിൽ എന്തെല്ലാം തകിടം മറിയട്ടെ, പക്ഷേ അകത്ത് ഒരു സ്വർഗീയ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതെവിടുന്ന് വരുന്നതാ വായിച്ചേ? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അതാണ് കാര്യം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് ഉണരേണ്ട ദിവസമാണ്. ഞാൻ വളരെ ആശയോടാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. എന്നെ വീണ്ടെടുത്തവൻ, നമ്മളിപ്പോൾ എന്ത് പറയും? എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ വിശ്വാസമായാൽ, സജീവമായ വിശ്വാസമായാൽ, നിങ്ങളുടെ സ്ഥിതി മാറും, നിങ്ങളുടെ മുഖച്ഛായ മാറും. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അന്ന് പരശുശ്രൂഷ ചെയ്തുകൊണ്ട് നടന്നു 3.5 വർഷക്കാലം. എന്തെല്ലാം അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ. ഏത് കാര്യമുണ്ടെങ്കിലും ചെന്ന് പറയാം. രോഗമുണ്ടോ ചെന്ന് പറയാം, വേദനയുണ്ടോ എന്ന് പറയാം. കുഷ്ഠരോഗികൾക്ക് ഒന്ന് സൗഖ്യം തരാമോ, മനസ്സിലാവെന്ന് ചോദിക്കാൻ കർത്താവ് തൊടുന്നു. കുരുടന്മാർക്ക് ഓടിച്ചെല്ലാം, പാപികൾക്ക് എന്ന കാൽക്കൽ വീഴാം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന്റെ ധൈര്യവും പ്രത്യാശം അതേ കർത്താവ് അതേ വിധത്തിൽ ഇന്നും നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഏത് കാര്യമായിട്ട് കർത്താവിൻ്റെ ചെല്ലാൻ പറ്റില്ലാത്തത്? എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. വായിച്ചേ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ആ, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. എൻ്റെ ത്വക്കൊക്കെ അങ്ങോട്ട് ചീഞ്ഞളിഞ്ഞു പൊക്കോട്ടെ, ഞാൻ ഒരിക്കൽ മരണമില്ലാത്ത കർത്താവായ യേശുക്രിസ്തുവിനെ, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായി ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഞാൻ സ്വന്തം കണ്ണാലെ കാണും. വായിച്ചത്, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഹല്ലേലൂയ. ദൈവത്തിനോ സ്തോത്രം. ദൈവമക്കളെ, ആ സ്വർഗീയമായിരിക്കുന്ന വിശ്വാസത്തിന്റെ ധ്വനിയുടെ മധ്യത്തിൽ സാത്താനൊക്കെ ഇളകി ഓടിപ്പോകും. നിങ്ങൾ ആ ഒരു വിശ്വാസത്തിലേക്ക് വരണം. വിശ്വാസ വീരന്മാരായി നിങ്ങൾ മാറണം. ചെകുത്താൻ വരുന്നേൽപ്പിക്കുക ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. ആ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എന്തെല്ലാം ശോധനകൾ അദ്ദേഹത്തിന് കൊടുത്തു. മരണവും ദുഃഖവും ദാരിദ്ര്യവും നിന്നയും കഷ്ടപ്പാടും എല്ലാം കൊടുത്തു. ശരീരത്തിൽ പോലും വേദന, എല്ലാവരും വെറുത്തു. പക്ഷെ ഇന്നും അദ്ദേഹം ജ്വലിച്ച് പ്രകാശിക്കുന്ന പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ശത്രുവിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ദൈവം ഇന്നും ഇല്ലേ നമ്മുടെ മധ്യത്തിൽ? അവൻ ഇന്നും ജീവിക്കുന്നില്ലേ? നമ്മളെ ഇന്ന് പൊടിമേൽ ഉയർത്തി നിർത്തുകയില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഈ സുവിശേഷം നിങ്ങളോട് പറയുമ്പോൾ ഈ സുവിശേഷം പ്രത്യാശയുടെ സന്ദേശമാണ്. ഒന്നാമത്തെ കാര്യം, ഈ പ്രത്യാശ വളരെ ഉറപ്പുള്ളതാണ്, മാറ്റമില്ലാത്തതാണ്, അനന്യനാണ്, എന്നേക്കും നിലനിൽക്കുന്നവനാണ്. എന്തു വലിയ ആശ്വാസം അത്! ആരെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും? ഞാൻ ഇന്ന് ആരുടെ നാമത്തിൽ വിശ്വസിച്ചോ, ആരുടെ നാമത്തിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, ആ കർത്താവായ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മരണത്തിന് ശേഷവും മതിയായവനാണ്. തിരുവചനത്തിലേക്ക് വരുമ്പോൾ പ്രത്യാശയുടെ വചനം കൊണ്ട് വേദപുസ്തകം വാസ്തുവിൽ നിറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് പത്രോസ്ലീഹായും അതിനേക്കാൾ കൂടുതലായി പൗലോസ്ലീഹായും. എന്തുമാത്രം വിശേഷണങ്ങളാണ് വാസ്തവത്തിൽ ഈ പ്രത്യാശയ്ക്ക് നൽകിയിരിക്കുന്നത്. ദി ഹോപ്പ്, റിജോയ്സ് ഇൻ ദി ഹോപ്പ്. പ്രത്യാശയിൽ സന്തോഷിക്കണം. അതിന് പൗലോസ്ലീഹ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്കും എഴുതുന്നതായ സമയത്ത് സവിശേഷ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, വിശേഷണ പദങ്ങൾ. ഒന്നാമത്തെ കാര്യം വായിച്ച്, തീത്തോസ് 2:12. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്, ഭാഗ്യകരമായ പ്രത്യാശ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കളെ, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരിക്കൽ സ്വർഗ വീട്ടിൽ ചെല്ലും. ഞാൻ ഭാഗ്യവാനാണ്. എന്നോടുള്ള വിശ്വാസത്തിൽ കടന്നുപോയ എല്ലാവരെയും എനിക്ക് മുഖാമുഖം കാണാം. ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ, അത് തേജസ്സിന്റെ പ്രത്യക്ഷതയുള്ളതായ പ്രത്യാശയാണ്. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ മുഖാമുഖം കാണും. എന്ന് വേണേലും മരിച്ചോട്ടെ, എന്ന് വേണേലും മരിച്ചോട്ടെ. ദൈവമക്കളെ, നല്ല പ്രത്യാശ ഉണ്ടായിരിക്കും. ചില നാളുകൾക്ക് മുൻപ് ഒരു മരണ വീട്ടിൽ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. ഒരു വീട്ടിൽ അമ്മയും ഭർത്താവും, അപ്പനും അമ്മയും 2 പിള്ളേർ, ഒരാണും ഒരു പെണ്ണും. വെറും 13 വയസ്സുള്ളതായ ആൺകുട്ടി മരിക്കാൻ കിടക്കുകയാണ്. നടന്ന കാര്യങ്ങളുണ്ട്. പറഞ്ഞു, ആശുപത്രിക്കാർ പറഞ്ഞു, വെറുതെ ഇട്ടിരുന്ന് കാശ് കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വലിയ പണക്കാരല്ലേ, വീട്ടിൽ കൊണ്ടുപോകും, അധികം നാൾ നിൽക്കുകയില്ല, കൊച്ചു മരിക്കാമെന്ന് മനസ്സിലായി. അമ്മ ആ കൊച്ചിൻ്റെ കാലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പനോട് പയ്യെ പറഞ്ഞു, കാലെ തണുപ്പ് കയറി തുടങ്ങി, മരണം കയറി വന്നു തുടങ്ങി.
അപ്പോൾ കൊച്ചു സംസാരിക്കുക, ഈ 13 വയസ്സുള്ള മോൻ സംസാരിക്കുകയാണ്. ഡാഡി ഞാൻ പോവുക കേട്ടോ. അമ്മയുടെയും പെങ്ങളുടെയും മുഖത്തേക്ക് നോക്കി കണ്ണടച്ചു മരിച്ചു. അതിന് തൊട്ട് മുമ്പ് അമ്മ അല്പം വേദനയോട് ചോദിച്ചു, മോനെ നീ അപ്പനോട് മാത്രം യാത്ര പറഞ്ഞു, ഞങ്ങളോടും നിന്റെ പെങ്ങളോടും കൊച്ചു പെങ്ങളോടും എന്നോടും നിങ്ങൾ യാത്ര പറയാത്ത എന്താ? ആ കൊച്ചിൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. 13 വയസ്സ്. അതേ അമ്മേ, അതേ കൊച്ചു പെങ്ങളെ, നിങ്ങൾ വിശ്വാസികളാണ്, നിങ്ങളെ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഒന്നിച്ച് കാണാം. എന്നെങ്കിലും നിങ്ങൾ മരിച്ചെങ്കിൽ വരൂല്ലേ, നമുക്ക് അവിടെ ഒന്നിച്ച് കാണാം. അപ്പൻ ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ലല്ലോ, അപ്പനെ കാണാൻ പറ്റൂല്ലോ. ഞാൻ യാത്ര പറഞ്ഞിച്ച് പോവുകയാണ്, ഇനി നമ്മൾ കാണുകയില്ല. ഞാൻ ഇന്ന് ഈ ദിവസങ്ങളിലെല്ലാം എൻ്റെ മനസ്സിനകത്ത് ഇത് ധ്യാനിക്കുമ്പോഴുള്ളത്, നിങ്ങൾ ഒന്നും ഉണർന്ന് കേൾക്കാമോ? ആത്മാർത്ഥമായിട്ട് ഉള്ളം തൊട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഇന്ന് കണ്ണടച്ചാൽ ഭാഗ്യനാട്ടിലെത്തൂ? ഉറപ്പുള്ളൊരു കൈവെക്കാനൊന്നും പറയുന്നില്ല, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒന്ന് കേട്ടെ, നല്ല ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഒരു ദിവസം മരിക്കയില്ലേ? ഒരു ദിവസം കണ്ണടയ്ക്കയില്ലേ? ഭാഗ്യനാട്ടിൽ ചെല്ലും, ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ ചെല്ലുമെന്ന് പാടാൻ അന്തരംഗത്തിൽ പ്രാഗൽഭ്യമുള്ള ദൈവമക്കളെ പേരുണ്ട്. ഈ ലോകത്തിൽ പല മേന്മകളും യോഗ്യതകളൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം. ആകെ സമ്പാദിക്കേണ്ടതായ ഒരു കാര്യം ഈ ഭാഗ്യകരമായ പ്രത്യാശയാണ്. There is a life after life. There is a life beyond death door. കല്ലറയ്ക്കപ്പുറം ഒരു ജീവനുണ്ട്. കാരണം എൻ്റെ കർത്താവ് കല്ലറയെ തകർത്തവനാണ്. ആ കർത്താവ് എൻ്റെ രക്ഷകനാണ്. ദൈവമക്കളെ, ഈ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരണം. തികച്ചും നിർമ്മലമായ പ്രത്യാശയുടെ വചനമല്ലേ നിങ്ങൾക്ക് തരുന്നത്. ഈ വചനം കേട്ട ദൈവമക്കൾ നരകത്തിയിലും വെന്തെരിയാൻ ഇടവരരുത്. നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ മക്കളെ? വളരെ വ്യക്തമായി ഒരു ഭാഗ്യകരമായ പ്രത്യാശയുടെ ഉടമസ്ഥനാണ് ഞാൻ, ഉടമസ്ഥയാണ് എന്ന് വ്യക്തമായൊരു ബോധ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വായിച്ച് കൊലോസ്യർ 1:27 വായിച്ച്. പൗലോസ് വീണ്ടും അതിന് വേറൊരു പേര് കൊടുക്കുന്നുണ്ട്. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദാനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ദി ഹോപ്പ് ഓഫ് ഗ്ലോറി. ഈ മഹത്വകരമായിരിക്കുന്ന പ്രത്യാശയാണ് ഒരു വിശ്വാസിയുടെ ഭാഗ്യസമ്പത്ത്. എപ്പോൾ മരിച്ചാൽ എന്താ, എങ്ങനെ തീർന്നാൽ എന്താ? എനിക്ക് അതിനകത്ത് ഭാരമൊന്നുമില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, ഈ ഒരു സജീവമായ മഹത്വത്തിന്റെ പ്രത്യാശ, തേജസ് അണിഞ്ഞ് മഹിമാവിൻ നീരാളം ചാർത്തി ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ട് മണവാളനോടുകൂടെ മണവറയിൽ സന്തോഷത്തോടെ സ്തുതിക്കുന്നതായ ആ മഹത്വത്തിന്റെ പ്രത്യാശ. മൂന്നാമത്തെ കാര്യം എന്താണ്? 1 പത്രോസ് 1:3 വായിച്ച്. 1 ഭാഗ്യകരമായ പ്രത്യാശ, 2 ഹോപ്പ് ഓഫ് ഗ്ലോറി മഹത്വത്തിന്റെ പ്രത്യാശ, 3 1 പത്രോസ് 1:3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. ജീവനുള്ള പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള പ്രത്യാശ, ദ ലിവിംഗ് ഹോപ്പ്. മരണമില്ല. ദൈവമക്കളെ, ഇത് പറയാൻ എളുപ്പമാണ്. മരണമില്ല. കർത്താവായ യേശുക്രിസ്തു ലാസർ മരിച്ച രംഗത്തേക്ക് കടന്നു ചെന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലെന്ന് മാർത്തയും മറിയയും പറഞ്ഞു. കർത്താവ് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമുണ്ട്. യോഹന്നാൻ 15:25-26 വായിച്ച്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കേട്ടോ നിങ്ങളെല്ലാവരും? ഇതിലൊക്കെ അങ്ങോട്ട് ഇത് വായിക്കുമ്പോൾ അങ്ങ് ത്രസിക്കണം നിങ്ങൾ. ഞാൻ മരിച്ചാലും ജീവിക്കും. എന്നേക്കുമായി കണ്ണടച്ച് യാത്ര ചെയ്ത് പോവുകയല്ല. അത് ഒരു ഉറക്കമാണ്, അതൊരു വാങ്ങിപ്പോകലാണ്, അതൊരു പ്രമോഷനാണ്. നിത്യതയിൽ ജീവിക്കുമെന്നുള്ളതായിരിക്കുന്ന പ്രത്യാശ. അതാർക്കാണ്? അത് കൊലോസ്യർ 3:4 അത് വീണ്ടും ജനിച്ച ദൈവമക്കളുള്ളതാണ്. ദൈവമക്കളോട് ഞാൻ ഈ പറയുന്ന മർമ്മം നിങ്ങളൊന്ന് ശരിക്കും കേട്ടേ. ഒരിക്കലും മരിക്കാത്ത കർത്താവായ യേശുക്രിസ്തു, മരണത്തിന്റെ മേൽ ജയം പ്രഖ്യാപിച്ച കർത്താവായ യേശുക്രിസ്തു, ഇനി ഒരിക്കലും മരിക്കില്ലാത്ത എന്നെന്നും ജീവിക്കുന്ന മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എത്തുന്ന കർത്താവായ യേശുക്രിസ്തു.
ആ യേശുക്രിസ്തു എൻ്റെ ചങ്കിനകത്ത് നിത്യജീവനായി വാഴുന്നുവെങ്കിൽ ആ വ്യക്തി പിന്നെ മരിക്കുകയില്ല. അവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ മരിക്കാത്തതായ പ്രത്യാശ. കർത്താവായ യേശുക്രിസ്തു മരിച്ചതും കബറടക്കപ്പെട്ടതും ഉയർത്തതും പത്രോസിനെ കണ്ടില്ലേ? മരിക്കുന്ന ക്രൂശിൽ കണ്ടു, ഉയർത്തെന്നിട്ട് കല്ലറയിൽ ചെന്ന് കണ്ടു, മരണത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടത് കണ്ടു. എന്നിട്ടും ഇട്ടിറങ്ങിപ്പോയി തിബരിയാസ് കടലിന്റെ കരയിലേക്ക് പിന്നെയും കർത്താവായ യേശുക്രിസ്തു ചെന്നു. ഇപ്പോൾ പത്രോസിലേക്ക് പറയാം, ജീവനുള്ള പ്രത്യാശ. എൻ്റെ സ്വന്തം കണ്ണ് കണ്ടതാണ്, എൻ്റെ കൈ തൊട്ടതാണ്. ആ പ്രത്യാശയ്ക്ക് പൗലോസിനെ മറ്റൊരു പേര് കൊടുക്കും. 4-ാമത്തെ പേര് റോമർ 5:5 വായിച്ചേ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഓ, ഭംഗം വരാത്തതായ പ്രത്യാശ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദി ഹോപ്പ് ദാറ്റ് നെവർ ഡിസപ്പോയിന്റ്സ്. ദൈവമക്കളെ, ഭംഗം വരാത്ത, അചഞ്ചലമായിരിക്കുന്ന, മാറ്റമില്ലാത്ത പ്രത്യാശ. നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾക്ക് മാറ്റം വരും. ഈ ജീവിതത്തിൽ മാറ്റമില്ലാത്ത എന്നതാ ഉള്ളത്? കൈമോശം വരില്ലാത്ത എന്നാ ഉള്ളത്? ആരോഗ്യം എങ്ങനെയുണ്ട്? സമ്പത്ത് എങ്ങനെയുണ്ട്? സൽപ്പേരെങ്ങനെയുണ്ട്? ഒന്നും നിലനിൽക്കുന്നതല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ there is a hope that never disappoints. ഒരിക്കലും നിരാശപ്പെടേണ്ട. ഏതെല്ലാം തരത്തിലുള്ള പീഡകളും പ്രയാസങ്ങളും മരണങ്ങളും വന്നാലും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആശ്വാസ വചനം, എൻ്റെ യേശു ജീവിക്കുന്നു. എന്തെല്ലാം ചെയ്താൽ എന്താ? എൻ്റെ യേശു ജീവിക്കുന്നു. ദൈവമക്കളെ, ഈ ആശ്വാസ വചനം പൗലോസിലേക്ക് അങ്ങ് രുചിച്ചുകൊണ്ട് പാടുകയാണ്. വാസ്തവത്തിൽ വായിച്ച് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യം വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ആ വാക്കുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന പ്രത്യാശ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ നമ്മൾ ജീവനോടെ ശേഷിച്ചാലും മരിച്ച് മണ്ണടിയിൽ പോയി കഴിഞ്ഞാലും ശരി, അവസാനം നമ്മൾ എല്ലാവരും ജീവിക്കും. വായിച്ചു, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇവിടെയാണെങ്കിലും മരിച്ചിട്ടാണെങ്കിലും എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എന്തൊരു ഭാവി പ്രത്യാശ! വായിച്ചു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കാനുള്ളതായ കഷ്ടപ്പാടും നിരാശയും എല്ലാം ഉള്ളതായ ലോകത്തിൽ മാറിപ്പോകാത്ത ആശ്വാസത്തിന്റെ ഉറവിടം ഉയർത്തെന്നേറ്റ് ജീവിക്കുന്ന നമ്മുടെ കൂട്ടായ്മയുടെ ഉടയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഈ ഒരു ഭാവി പ്രത്യാശ, ഈ ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ, ഈ മഹത്വപൂർണ്ണമായിരിക്കുന്ന ദി ഹോപ്പ് ഓഫ് ഗ്ലോറി, ദൈവത്തിന് സ്തോത്രം, ഒരിക്കലും ഭംഗം വരാത്തതായിരിക്കുന്ന പ്രത്യാശ. അത് ഏതിലാണ്? അത് ഏതെങ്കിലും ഒരു തത്വസംഹിതയിലല്ല, ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിലല്ല, ഏതെങ്കിലും ഒരു പള്ളിയിലല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതൊരു വ്യക്തിയിലാണ്. ഇത് പറയാൻ എനിക്ക് 1000 നാക്കാണെന്ന് ഞാൻ പറയും. 1 തീമോഥെയോസ് 1-ാം അധ്യായത്തിൽ 1 തീമോഥെയോസ് 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് പൗലോസ്ലീഹ കൊടുക്കുന്ന ഒരു പേരുണ്ട്. എന്തെന്നാ പേര് കൊടുക്കുന്നത്? നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശു. ഓ, എല്ലാരും കേട്ടത്? നമ്മുടെ പ്രത്യാശയായ കർത്താവ്. എന്റെ പ്രത്യാശ കല്ലറ വലുതാണല്ലോ എന്നുള്ളതല്ല, അഭിവന്ന് ബിഷപ്പ് വന്ന് അടക്കിയല്ലോ എന്നുള്ളതല്ല, വലിയൊരു സംസ്കാര ഘോഷയാത്ര നടന്നല്ലോ എന്നുള്ളതല്ല. മരിക്കാത്ത ഒരു ജീവൻ എൻ്റെ അന്തരംഗത്തിൽ തുടിക്കുന്നുണ്ട്. കല്ലറയെ തുറക്കാൻ മതിയായ ഒരു ശക്തി ആ കർത്താവ് എൻ്റെ ജീവിതത്തിലുണ്ട്. ക്രൈസ്റ്റ് ഈസ് അവർ ഹോപ്പ്. ഇത് കേൾക്കണ എന്നെ കർത്താവിന് സന്തോഷമാണ്. ഞാൻ എന്തിനാ ഇത് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നറിയാമോ? എൻ്റെ മനസ്സിനകത്ത് ഒരു അല്പം വേദനയുണ്ട്. നിങ്ങളാരും കുറ്റം പറയാനല്ല. ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലുണ്ട് എന്ന് പൗലോസ്ലീഹ പറഞ്ഞതായ സത്യം ചങ്കത്ത് കൈവച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയാൻ എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട്? ഈ യേശു എന്നിൽ ജീവിക്കുന്നു. സഹോദരിമാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇത്? എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അധികാരത്തോടെ എൻ്റെ ചങ്കിനകത്ത് വാഴുന്നു. ഇന്നും പണത്തെയും ഇന്നും പെണ്ണിനെയും ഇന്നെയും ലോകസുഖത്തെയും എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് കൂട്ടായ്മയ്ക്ക് നിരന്തരമായി വന്നു. സുവിശേഷ വേലക്ക് ഓടി നടന്നു. ഓരോ സ്ഥലത്തും നേതൃസ്ഥാനത്ത് നിന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വിശേഷവും ഇല്ല. നിങ്ങളുടെ ജീവിതത്തെ അധികാരത്തോടെ ഭരിച്ചു വാഴുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വാഴുന്നുണ്ടോ?
ചോദിക്കട്ടെ നിങ്ങളോട്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമാണോ നിങ്ങളുടേത്? നിങ്ങളുടെ പണസംബന്ധമായ കാര്യങ്ങളിൽ കൈകൾ വിശുദ്ധമാണോ? നമ്മളെ നേരെ ആരെങ്കിലും നോക്കി ഈ വ്യക്തിയാണോ സുവിശേഷം പറയാൻ വന്നിരിക്കുന്നത് ചോദിച്ച് നെറ്റി ചുളിക്കോ? പട്ടിണി കിടന്നാലും വേണ്ടല്ലോ ദൈവമക്കളെ, കറ പുരണ്ടതായിരിക്കുന്ന 1 രൂപ എൻ്റെ കയ്യിൽ കാണരുത്. സ്വർഗത്തിൻ്റെ വാതിൽ അടഞ്ഞു പോകും. ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ പാപത്തിൽ നശിച്ച് നിത്യനരകത്തിൻ്റെ ഓഹരിക്കായി തീർന്ന ഏറ്റവും വലുതായിരിക്കുന്ന രംഗം, ഏറ്റവും കൂടുതൽ തെന്നി വീഴുന്ന പ്രതലം എന്ന് പറയുന്നത് സമ്പത്താണ്. വേദോസം നിങ്ങൾ വായിച്ചോ? ഞാനത് കുറ്റകരമായിട്ട് പറയുകയല്ല. വേശ്യാവൃത്തിയിൽ വീണവര്, കൊലപാതകത്തിൽ വീണവര്, തമ്മിത്തല്ലിൽ വന്നവര്, ഒത്തിരി 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 കൊടും പാപികൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വേദോസം നിങ്ങൾക്ക് അറിയാവുന്ന ഓരോരുത്തരെയും എടുത്തു. ദ്രവ്യാഗ്രഹത്തിൽ പാപത്തിൽ വീണതായ ദൈവമക്കൾ മാനസാന്തരപ്പെട്ട ഒരു ചുരുക്കമാണ്. യൂദ എന്തിയെ? അനന്യാസും സഫീറ എന്തിയെ? ഗേഹാസി എന്തിയെ? ദൈവമക്കളെ, നിങ്ങൾ ഇതിൻ്റെ മർമ്മം ഒന്ന് മനസ്സിലാക്കുക. ഇത് പറയുമ്പോഴും കെട്ടിപ്പിടിച്ച് നരകത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവിടെ പല കാര്യങ്ങളും നടക്കും. ഈ ഇരുന്ന് ചോദന ചെയ്യണം. ആർക്കെങ്കിലും ദുഃഖം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ അവിഹിതമായി എന്തെങ്കിലും എൻ്റെ കയ്യിൽ ഞാൻ നേടിയെടുത്തിട്ടുണ്ടോ? പാതാളത്തെ കീഴടക്കിയതായ പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വായിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിച്ച്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. യോഹന്നാൻ ശ്ലീഹ പറയാണ്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ പത്മോസ് ദ്വീപിൽ അവന്റെ കാൽക്കൽ വിറയലോടെ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഓഹോ, പൊന്നു കർത്താവിന്റെ സജീവമായിരിക്കുന്ന ആണിപ്പഴുതൽ കരം എന്റെ തലമേൽ വെച്ചിട്ട് എന്തു പറഞ്ഞു? ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര നാളത്തേക്ക് കർത്താവ് ജീവിക്കുന്നത്? എത്ര നാളത്തേക്കാ? എന്നേക്കും. ദൈവമക്കളെ, ഇന്ന് ഇവിടുന്ന് ഒരൊറ്റ കുഞ്ഞു പോലും എന്നേക്കും ജീവിച്ച് നിത്യജീവന്റെ ഭാഗ്യ പ്രത്യാശ നൽകി അനുഗ്രഹിക്കാൻ പോകുന്ന കർത്താവായി യേശുക്രിസ്തു കൂട്ടായ്മയിൽ ഇരുന്നാൽ പോരാ, ദൈവമക്കളിൽ ഇരുന്നാൽ പോരാ, വചനത്തിലുണ്ടെങ്കിൽ പോരാ. ഓ, എന്റെ ചങ്കിനകത്ത് ആ ജീവൻ തുടിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം പ്രത്യാശയുടെ നിറവുള്ള ദൈവമക്കളായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടോ നിങ്ങൾക്ക്? നല്ല പ്രാഗൽഭ്യമുണ്ട് നിങ്ങൾക്ക്. ആ ജീവനുള്ള കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഉള്ളത്തിൽ കാണു കഴിഞ്ഞാൽ ഞാൻ ഒരു വിശുദ്ധനായി മാറും. എൻ്റെ ആളത്തെല്ലാം മാറും. പട്ടിണി കിടന്നാലും വേണ്ട വെറുക്കപ്പെട്ട സകല പാപത്തോട് യാത്ര പറയും. സ്ഥാനമോഹമോ ഉന്നത ഭാവമോ പ്രശംസയോ ഇതൊന്നും വേണ്ട. യേശു എന്നിൽ ജ്വലിച്ച് പ്രകാശിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായ ചില വാഗ്ദത്തങ്ങൾ പ്രത്യാശയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ആരും പതറണ്ട. വായിച്ചേ യോഹന്നാൻ 14-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ട്? അത് വായിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് തുള്ളിച്ചാടുന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞതല്ല. മാറ്റമില്ലാത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം പുരണ്ട ശബ്ദമാണ്. മക്കളെ, ഞാൻ പോവുകയാണ്. ഞാൻ പോകുന്നതിന് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു സ്വർഗ്ഗ വീട് ഒരുക്കണം. അതിന്റെ പേര് എൻ്റെ പിതാവിന്റെ ഭവനം എന്നാണ്. അതെല്ലാം ഒരുക്കി തീർന്നിട്ട് ഞാൻ ഇങ്ങ് വരും. നിങ്ങളെ ഞാൻ എടുത്തുകൊണ്ട് പോകും, ചേർക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. ഇവിടെ വലിയവരും ചെറിയവരും പ്രസംഗിക്കുന്നവരും പാത്രം കഴുകുന്നവരും തറ തൂക്കുന്നവരും ഒക്കെ കാണും. അവിടെ ആ വ്യത്യാസമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന്റെ പൊന്നുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം. എല്ലാവരും, ഏത് പാവപ്പെട്ടവനും കണ്ടാൽ കൊള്ളില്ലാത്തവനും, ഏത് രോഗിയും ചെവി വെക്കാൻ പാടില്ലാത്തവനും, ഏത് വൃത്തികെട്ട വ്യക്തിയായിരുന്നാലും ജീവന്റെ തുടിപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കാൽവറിയിലെ കർത്താവ് നിന്റെ ചങ്കിനകത്ത് തേജസ്സോടെ വാഴുന്നുവെങ്കിൽ, കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും ഒന്നിച്ച് വാഴും. നിങ്ങൾ ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം. നമുക്ക് സ്വർഗത്തിൽ ഒന്നിച്ച് കാണാം സാറേ. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനായിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 1:11 വായിച്ച കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു പോയപ്പോൾ എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വായിച്ചു.
ഗലീല പുരുഷന്മാരെ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ എന്തിനാണ് ഈ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ ആ. സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ ഇപ്പോൾ തന്നെ കണ്ണാലെ കണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് മറഞ്ഞത് നിങ്ങൾ കണ്ണാലെ കണ്ടല്ലോ. അതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഓ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് സ്തുതിക്കാൻ തോന്നണില്ലേ? എന്നെ ചേർക്കാൻ എൻ്റെ യേശു വരും. ഞാൻ മരിച്ചാണ് കിടക്കുന്നത്, അവിടെ ജീവൻ തന്നെ എന്നെ ചേർക്കാൻ എൻ്റെ കർത്താവ് വരും. നല്ല ഭാവി പ്രത്യാശ. ഹല്ലേലൂയ. ഇതാണ് ആത്മാവിന്റെ നങ്കൂരം എന്ന് എബ്രായർക്ക് ലേഖനം 6:18-19 പറയും. ആത്മാവിന്റെ നങ്കൂരം. ഈ കപ്പൽ കടലില് തീരത്തോടെ എടുത്തു വന്നു കഴിയുമ്പോഴേക്കും പിന്നെ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ഉള്ളതായിരിക്കുന്ന നങ്കൂരം അങ്ങ് ഉറപ്പിക്കും. അല്ലെങ്കിൽ കാറ്റും ഓളൊക്കെ വരുമ്പോഴേക്കും അങ്ങ് പോകും. പക്ഷേ ആത്മാവിന്റെ നങ്കൂരം ഉറച്ചു നിൽക്കുകയാണ്. അതെന്താ? അതിന് എന്താ പേര് കൊടുത്തേക്കണം? ആത്മാവിന്റെ നങ്കൂരം എന്താ? അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളതായ ആ മാറിപ്പോകാത്ത പ്രത്യാശ എന്റെ ജീവിതത്തിന്റെ ഉറപ്പുള്ള നങ്കൂരമാണ്. സ്ഥിരതയും നിശ്ചയവും ഉറപ്പുമുള്ളതായിരിക്കുന്ന വിശ്വാസം, ആത്മാവിന്റെ നങ്കൂരം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നങ്കൂരം ഇപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഉറപ്പിക്കണം. വളരെ വ്യക്തമായ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. കാറ്റും ഓളവും തിരമാലയും എല്ലാം കപ്പലിൽ അടിക്കും, വൻ തിരമാലകൾ വന്ന് ആഞ്ഞടിക്കും. പക്ഷെ ഞാൻ നങ്കൂരം ഉറപ്പിച്ചിരിക്കുകയാണ്. ആരിലാണ്? ഒരിക്കലും ഇളകാത്ത യുഗങ്ങളുടെ പാറയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഞാൻ നങ്കൂരം, വിശ്വാസത്തിന്റെ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കർത്താവ് വീണ്ടും വരും. നമുക്ക് ഒന്നിച്ച് സ്വർഗ്ഗ വീട്ടിൽ കാണാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.